Yes, sir. Voice clear ആണ്. Voice clear ആണ്. Okay. Start ചെയ്യാം, sir. We can start? Yeah. Okay. So very good evening. നമസ്കാരം എല്ലാവർക്കും. ഹാപ്പി സൺഡേ. വളരെ ഷോർട്ട് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിന്റെ പൊട്ടൻഷ്യൽ, ഈ രണ്ട് പ്രോഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കണം. ബിക്കോസ് ഈ രണ്ട് പ്രോഡക്റ്റും എല്ലാവർക്കും ആവശ്യം, എല്ലാ വീട്ടിലേക്കും എത്തേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. സോ അതിന്റെ അറിവും അതിന്റെ ആ മാർക്കറ്റ് സൈസും നിങ്ങൾക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും ഇത് എല്ലാ വീട്ടിലേക്കും എത്തേണ്ട ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ അതിന്റെ ബിക്കോസ് ഇന്ന് ഈ രണ്ട് പ്രോഡക്റ്റിന് വേറെ കോമ്പറ്റീഷൻ ഇല്ല. മാർക്കറ്റിലെ ഏതൊരു കമ്പനിക്കും ഈ തൽക്കാലം ഈ കോമ്പറ്റീഷൻ ഇല്ല. സോ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെ PFG പിന്നെ എംപവറിന്റെ ഈ രണ്ടിന്റെ പ്രോഡക്റ്റ്, പിന്നെ നമ്മൾ സമയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊമോഷൻസിലെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സോ ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് അവേ ടു ദി പ്രോഡക്റ്റ് പ്രസന്റേഷൻ. ഫുൾ സ്ക്രീൻ അല്ലേ? ഫുൾ സ്ക്രീൻ അല്ലേ? The screen is full screen, no, Midun? Full screen ആണ്, sir. Full screen ആണ്. Okay. So very good evening. So ഇന്നത്തെ ഈ പ്രോഡക്റ്റ് PFGന്റെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ PFGന്റെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ 90%, ആസ് പെർ ദ ലേറ്റസ്റ്റ് റിസർച്ച്, 90%, ഏകദേശം 40 കോടി ആൾക്കാരാണ് ഈ പറഞ്ഞ മെനിസ്ട്രേഷൻ സൈക്കിളിൽ ഇന്ത്യയിൽ മാത്രം പെൺകുട്ടികള് മെനിസ്ട്രേഷൻ സൈക്കിളിൽ ആ ഏജ് ഗ്രൂപ്പിൽ ഉള്ളത്. ഏകദേശം 40 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, ഓൾ ഓവർ ഇന്ത്യയില്. സോ ഈ പറഞ്ഞ 40 കോടി ജനങ്ങളില് 90% ആൾക്കാർക്ക് വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിംറ്റംസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്തുന്നത്. ആദ്യത്തെ പെയിൻഫുൾ സിംറ്റംസ് മെനിസ്ട്രേഷൻ ടൈമിൽ വരുന്നത്, അതായത് മെനിസ്ട്രൽ ക്രാമ്പ് എന്ന് പറയും. അടിവയറ് വളരെ വേദന എടുക്കുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ബാക്ക് പെയിൻ ഉണ്ടാവാം, ഹെഡേക്ക്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹെഡേക്ക്, അത് മെൻസ്ട്രുവൽ സൈക്കിൾ തുടങ്ങുന്ന മുമ്പിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവാം, ആ സമയത്ത് ഉണ്ടാവാം. സോ ദീസ് ആർ ദി കോമൺ സിംറ്റംസ്. നിങ്ങൾ ബ്രസ്റ്റ് ടെൻഡർനെസ്, നോസിയറ്റിക് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ, ഒരു വോമിറ്റിംഗ് ഫീലിംഗ്, മുമ്പും ആ സമയം ഒന്നും തിന്നാനും പറ്റാത്ത ഒരു വളരെ വളരെ ഒരു അൺകംഫർട്ടബിൾ ഒരു സിറ്റുവേഷൻ ആണ് ഇവരിന്ന് പോരാടുന്നത്. പിന്നെ ഫെറ്റിഗ്നെസ്, ഒന്നും ചെയ്യാനും, ഒരു കോളേജിൽ പോകാനും, സ്കൂളിലേക്ക് പോകാനും, വർക്കിലേക്ക്, ജോലിക്ക് പോകാനും ആർക്കും അങ്ങനെ ഒരു മൂഡില്ലാത്ത ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഈ 3 ദിവസം 5 ദിവസം ഇല്ല 7 ദിവസം ഈ പറഞ്ഞ സംഭവം. സോ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം 90% ഈ ആൾക്കാര് ഈ പെയിൻഫുൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 40% ആൾക്കാർ, അതായത് 100-ൽ 40% ആൾക്കാർ ആർ നോട്ട് ഏബിൾ ടു അറ്റൻഡ് സ്കൂൾ, കോളേജ്, ജോലി സ്ഥലത്തേക്ക്. അതായത് സ്കൂൾ ആബ്സെന്റ് ആണ്, കോളേജ് ആബ്സെന്റ് ആണ്, ജോലി സ്ഥലത്തേക്ക് ആബ്സെന്റ് ആണ്. സോ അത് എത്രമാത്രം രൂക്ഷമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ പറഞ്ഞ മെനിസ്ട്രേഷന്റെ സമയം വരുന്ന ഈ സിംറ്റംസിലൂടെ നേരിടുന്ന പെൺകുട്ടികളും അമ്മമാരും ചേച്ചിമാരും. സോ ഇത് മനസ്സിലാക്കുന്ന മുമ്പില് ആദ്യം നമ്മൾ ഇപ്പൊ ഇത് വന്നിട്ട് വളരെ വളരെ ഒരു ഇറിറ്റേഷനിലെ കൂടിയാണ്. സോ അത് മൂഡ് സ്വിങ്സ് ആവട്ടെ, ഫെറ്റിഗ്നെസ് ആവട്ടെ. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നം കൊണ്ട് വളരെ വളരെ ഇറിറ്റേഷൻ ആവാനും സാധ്യതയുണ്ട്. ദേഷ്യപ്പെടാൻ എല്ലാ ഒരു ടെൻഡൻസിയും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു പെയിൻഫുൾ സിംറ്റംസ് ആണ്. പക്ഷെ പെയിൻഫുൾ സിംറ്റംസിന് നമ്മളൊരു ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അത് നമുക്ക് വയസ്സ് മനസ്സിലാക്കാം. പക്ഷെ ആദ്യം ഇവിടെ ഇരിക്കുന്ന 220 പേരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ പറഞ്ഞ ഡിഫറെന്റ് ഫേസസ്, അതായത് മെൻസ്ട്രുവൽ സൈക്കിൾ ഈ 28 ദിവസത്തിൽ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ബിലീവ് മീ, ഇറ്റ് ഈസ് എ മിറാക്കിൾ. അതായത് ഒരു ബോഡിയിൽ നടക്കുന്ന ഒരു മിറാക്കുലസ് ഒരു 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 അത്ഭുതമാണ് ഈ പറഞ്ഞ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ പ്രോസസ്. സോ അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നവർ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ. സോ ഈ പറഞ്ഞ 28 ദിവസം ഒരു സാധാരണക്കാരന് എന്താ നടക്കുന്നത് ചോദിച്ചാല് എനിക്ക് പറയാനുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് എല്ലാ പെൺകുട്ടികളെയും ഈ പറഞ്ഞ 12 വയസ്സിന് ശേഷം 50 വയസ്സിന്റെ ഇടയിൽ ഈ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഈ സംഭവം നടക്കുമ്പോൾ എല്ലാ പെൺകുട്ടികളുടെയും അവരുടെ ബോഡിയിൽ ഒരു ചെറിയ ഒരു തൊട്ടിൽ,
ഒരു തൊട്ടിലുണ്ടാവും. ആ തൊട്ടിലിന്റെ പേരാണ് ഈ പറയുന്ന യൂട്രസ് എന്ന് പറയും, അല്ല നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന 28 ദിവസം ഈ പറയുന്ന തൊട്ടിലില് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും, ഒരു ഡീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും. സോ എന്തിനാണ് ഈ കൺസ്ട്രക്ഷൻ? അപ്പൊ എന്താണ് നടക്കുന്നത്? ഈ പറഞ്ഞ 28 ദിവസം കൊണ്ട് യുവർ ബോഡി ഈസ്, അതായത് ഇപ്പൊ സാധാരണ നിങ്ങൾ ഒരു കുട്ടീനെ ഒരു തൊട്ടിലിൽ കിടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയാ, കണ്ണൂർ ഭാഷയിൽ ഒരു പിരിപ്പ് എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ എന്താ ഒരു കമ്പിളിയോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റോ, ഇങ്ങനത്തെ ആദ്യം അപ്പൊ എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മളത് ആ തൊട്ടിലിൽ ആദ്യം ഇട്ടിട്ട് പിന്നെയാണ് കുട്ടീനെ നമ്മൾ കിടത്തുന്നത്. അതേ രീതിയിൽ തന്നെ നിങ്ങളെ ഈ പറഞ്ഞ യൂട്രസിലും ഈ പറഞ്ഞ 28 ദിവസം കൊണ്ട് നിങ്ങളെ ബോഡി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങളെ ബോഡി ഉണ്ടാക്കും. എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ പറഞ്ഞ 28 ദിവസങ്ങളില് ഒരു ശിശു, ഒരു കുട്ടി വന്ന് അവിടെ അവിടെ താമസിക്കാൻ അടുത്ത 9 മാസം താമസിക്കേണ്ട അവസരം ഉണ്ടായാൽ അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പാണ് ഈ പറഞ്ഞ എല്ലാം 28 ദിവസവും നിങ്ങളുടെ ബോഡി ചെയ്യുന്നത്. സോ ഇതില് 4 സ്റ്റേജ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ മെനിസ്ട്രൽ സൈക്കിൾ, അതായത് പീരിയഡ് തുടങ്ങി 3 ദിവസമാവാം, 5 ദിവസമാവാം, 7 ദിവസം അത് പീരിയഡ് തീർന്നു. പിന്നെ നിങ്ങള് മൈൻഡിന്, അതായത് നിങ്ങളെ ബ്രെയിനിൽ ഈ പറഞ്ഞ ഇവിടുന്ന് ഒരു ഗ്ലാൻഡിന്ന് ഒരു ഒരു ഹോർമോണിനെ റിലീസ് ആവും. ഈ ഹോർമോണിന്റെ പേരാണ് ഇത് ഈ പറയുന്ന FSH എന്ന് പറയും. ഇപ്പൊ ഈ ഹോർമോൺ എന്നാ പറയുന്നത് ചോദിച്ചാല്, ഓക്കെ, ആദ്യം നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങാം. ഈ പറയുന്ന തൊട്ടിലില് സോഫ്റ്റ് ആയിട്ട് ആക്കേണ്ട സമയമായി. അപ്പം ഈ പറയുന്ന ബോഡി എന്ത് ചെയ്യും? ഈ FSH ട്രിഗർ ആയ പാട് നിങ്ങളുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺ, അതായത് ലേഡീസിന് ഏറ്റവും കൂടുതലുള്ള ഹോർമോൺ ആണ് 2 ഹോർമോൺ, ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ. സോ ഈസ്ട്രോജന്റെ ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്തിനാ അത് കൂടേണ്ടത് ചോദിച്ചാല്, ഈ പറഞ്ഞ യൂട്രസിൽ ഈ പറഞ്ഞ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ വാളിനെ, ഈ പറഞ്ഞ ആ കൂടിന്, ആ തൊട്ടിലിന്റെ വാൾസിനെ സോഫ്റ്റ് ആക്കി വെക്കാൻ, അതായത് അത്രയും സോഫ്റ്റ് ആയിട്ട് അത് ഇങ്ങനെ തിക്കായിക്കൊണ്ട് പോകും. സോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് നടക്കുന്നത് എപ്പോഴാണ്? ആദ്യത്തെ 14 ദിവസം, ആദ്യത്തെ 10 ദിവസം കൊണ്ട് ഇത് ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്ത് അടുത്ത 14 ദിവസം നടക്കുന്നതാണ് നിങ്ങളെ ബോഡിയിൽ ഈസ്ട്രോജൻ ലെവലിന്റെ സോറി, അടുത്ത ഹോർമോൺ ആണ് ഈ പ്രൊജസ്ട്രോൺ ലെവൽ. സോ ഈ 14 ദിവസം ഈ സംഭവം ഇവിടെ പ്രിപ്പറേഷൻ ബോഡിയുടെ യൂട്രസിൽ ഈ പറഞ്ഞ ഈ വാൾസിനെ തിക്കാക്കി സോഫ്റ്റ് ആക്കി ഒരു സോഫ്റ്റ് കോസി മെറ്റീരിയൽ ആക്കി മാറ്റുന്ന സമയത്ത് ഇനിയൊരു സംഭവം നടക്കുന്നതാണ് നിങ്ങളുടെ ബോഡിയിൽ ഈ പറഞ്ഞ എഗ് എന്ന് പറയുന്നത്. അതിന്റെ എഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു നേരിയ ഒരു മുടിന്റെ ടൈപ്പ് ആയിരിക്കും, ഫോളിക്കിൾസ് എന്നായിരിക്കും അത് പറയാം. പക്ഷെ ഇത് ഫോളിക്കിൾസ് വന്നിട്ട് ഒരു മുട്ടയായിട്ട് വിരിയണമെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ബോഡിയിൽ ഇനിയൊരു ഹോർമോണിന്റെ ലെവലും കൂടും. സോ ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊജസ്ട്രോണിന്റെ ലെവൽ ഇങ്ങനെ കൂട്ടി ഇറ്റ് വിൽ സഡൻലി ആഫ്റ്റർ ദാറ്റ് ആ ഓവുലേഷൻ നടക്കും. ആ ഓവുലേഷനിലെ കൂടെ ഒരു മുട്ട വിരിയും. ആ മുട്ട വരുന്നതിന് ശേഷം ഈ പറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കും. ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? എലിജിബിൾ അതായത് ഒരു സ്പേം ഇല്ലെങ്കിൽ ഒരു ഓവുലേഷൻ നടക്കും. അവിടുന്ന് ഒരു പൊട്ടൻഷ്യൽ പ്രഗ്നൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി എല്ലാ സംഭവങ്ങളും ചെയ്തു വെച്ചു. പക്ഷെ അങ്ങനെ നടന്നില്ല. അപ്പൊ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിൻ ആദ്യം ഒരു ഇൻഫ്ലമേഷൻ റിലീസ് ചെയ്യും. എന്താണ് ആ ഇൻഫ്ലമേഷൻ റിലീസ്? ആ പേരാണ് ആ ഇൻഫ്ലമേഷന്റെ ഒരു മാർക്കർ, ഈ പറഞ്ഞ ഇൻഫ്ലമേഷന്റെ ഒരു ട്രിഗർ ആണ്, അതിന്റെ പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രോസ്റ്റോഗ്ലാൻഡുലിൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഈ പ്രോസ്റ്റോഗ്ലാൻഡുലിൻസ് എങ്ങനെയാന്ന് ചോദിച്ചാല്, സംഭവം എല്ലാം കെട്ടിവെച്ചു, വാൾസ് എല്ലാം തിക്കായി, ഒരു സോഫ്റ്റ് ടിഷ്യൂന്റെ മെറ്റീരിയൽ ബോഡി ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇപ്പം സംഭവിക്കേണ്ട അതായത് ഒരു പൊട്ടൻഷ്യൽ പ്രഗ്നൻസി നടന്നില്ല. അതുകൊണ്ട് ബോഡി പറയും ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പൊ ഡീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കുറെ തൊഴിലാളികൾ പോവും. ആ തൊഴിലാളികളുടെ പേരാണ് ഈ പറഞ്ഞ പ്രോസ്റ്റോഗ്ലാൻഡുലിൻസ്, അതായത് ഇൻഫ്ലമേഷൻ. സോ ബോഡിയിൽ ഈ പറഞ്ഞ പ്രൊജസ്ട്രോൺ ലെവൽ ആദ്യം കുറയും. ഫ്രം ദർ ഈസ്ട്രോജൻ ലെവൽ ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽ ഡിക്രീസ്. ഈ പറഞ്ഞ ജോലിക്കാരെല്ലാം വരും, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ജോലിക്കാരെല്ലാം വന്ന് ഈ പറഞ്ഞ ഉണ്ടാക്കി വെച്ച ഈ തിക്ക് ആയിട്ടുള്ള മെറ്റീരിയലിനെ, അതായത് മെൽറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത പാട് ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം നിങ്ങൾക്ക് മെനിസ്ട്രേഷൻ പീരീഡ് തുടങ്ങും. സോ വിചാരിച്ച് നോക്കി, എവറി 28 days ഇത് ഉണ്ടാക്കും. ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡെസ്ട്രോയ്, ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡെസ്ട്രോയ്. സോ ഈ പറഞ്ഞ 28 days നടക്കുന്ന ഒരു മിറാക്കിൾ പ്രോസസ് ആണ് നമ്മൾ ഈ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു സംഭവം. അപ്പൊ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? ഇത് ബയോളജി
അത് നേച്ചർ നമുക്ക് തന്ന ഒരു സംഭവമല്ലേ. പക്ഷെ എന്തിനാണ് ഈ പറയുന്ന സമയത്തില് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തുകൊണ്ട് വരുന്നത്? സോ അത് അതാണ് സത്യം. ബിക്കോസ് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. ഇപ്പൊ നാച്ചുറൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അറിയാം. അതിന്റെ പ്രോസസ്സിന് സ്വന്തമായിട്ടുള്ള സംഭവം എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, ഡെസ്ട്രോയ് ചെയ്യാനും അറിയുമ്പോൾ, പക്ഷെ ഈ പറയുന്ന മെനിസ്ട്രേഷൻ ടൈമിൽ ഈ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പഴയ കാലത്തിലും ഇത്രയും രൂക്ഷമായിരുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്രയും ടഫ് അല്ല ഇത്രയും പെയിൻഫുൾ എക്സ്പീരിയൻസ്? അതാണ് ആദ്യം നിങ്ങൾക്ക് ഉദിക്കുന്ന മനസ്സിലെ ഒരു ചോദ്യം. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ 90 പേര്, അതായത് 100ൽ 90% ആൾക്കാർക്ക് ഈ പെയിൻഫുൾ സിംപ്റ്റംസ് വരാനുള്ള സാധ്യത എന്തിനാന്ന് ചോദിച്ചാല്, ഈ നമ്മളെ ബോഡിയിലെ ഹോർമോണൽ ഇംബാലൻസ് ആവാം. നമ്മളെ ബോഡിയില് പ്രോസ്റ്റോഗ്ലാൻഡിലിൻസ് പറയുമ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ല ആ ഒരു അസുരനാണ്. അതായത് ഒരു അസുരൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നീഡഡ് ഡെവിൽ, അതായത് ഇറ്റ്സ് എ നെസസറി ഡെവിൽ ആണ്. പക്ഷേ അതിന്റെ അളവ് കൂടിയാലും എന്താവും, ബോഡിക്ക് അത് എനിമിയായിട്ട് മാറാനും സാധിക്കും. സോ ഈ പറഞ്ഞ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവല് എന്തിനാ കൂടുന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. സോ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ മാർക്കർ, ഇപ്പൊ ചില ആൾക്കാർ പറയും എന്റെ കൈയെല്ലാം വീങ്ങുന്നുണ്ട്, പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്, പണ്ടൊന്നും ഇത് ഉണ്ടായിട്ടില്ല. നമ്മളെ നമ്മളെ അമ്മമാരുടെ കാലത്തിലോ അവരവരവരെ പൂർവ്വജത്തിന്റെ കാലത്ത് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നോർമൽ സിറ്റുവേഷൻ ആയിരുന്നു, ചിലപ്പോൾ ലൈറ്റ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഇത് വളരെ വളരെ രൂക്ഷം ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഫോർ വേരിയസ് റീസൺ അതിൻ്റെ അകത്ത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കാണാം. അതും പ്രോസ്റ്റോഗ്ലാൻഡിലിൻസ് ഈ പറഞ്ഞ ബോഡിക്ക് അളവില് കറക്റ്റ് ലെവലായിരിക്കണം നിങ്ങൾ ഹോർമോൺസ്, കറക്റ്റ് അല്ലേ? സോ ഈ പറഞ്ഞ ഈസ്ട്രോജന്റെ അളവും ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിന്റെ അളവും വളരെ ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ എവിടെയെങ്കിലും കുറച്ച് തെറ്റ് പറ്റിയാൽ ദെൻ ഈ പറഞ്ഞ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരാം. അപ്പം പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവൽ കൂടിയാലും തീർച്ചയായിട്ടും കൂടുതൽ കാരണം ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എന്ന് പറഞ്ഞ ഈ ജോലിക്കാര്, അവരുടെ ജോലി എന്താണ്, ഇത് പോയിട്ട് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ട ജോലിയാണ്. അവരെ അളവ് കൂടുമ്പോൾ അന്നേരമാണ് ഈ പറഞ്ഞ യൂട്രിൻ കോൺട്രാക്ഷൻ ആവുമ്പോൾ അത് പെയിൻഫുൾ ആയിട്ട് കയറുക. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, എസ്പെഷ്യലി മെഡിസിൻസ്, ചില ആൾക്കാർ ഈ പറഞ്ഞ അനാവശ്യമായിട്ട് മെഡിസിൻസ് അങ്ങോട്ടും ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കഴിക്കുന്നത് ചിലപ്പോൾ തൈറോയിഡ് കൊണ്ടാവാം ഈ പറഞ്ഞ. പക്ഷെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവലിൽ കൂടാൻ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ അകത്ത് സ്ട്രെസ്, നമ്മൾക്ക് അനാവശ്യമായിട്ട് ഇന്ന് കൂടുതൽ സ്ട്രെസ് people are going through, especially women, taking lot of, because in the more than 30 to 40% people are working, കോമ്പറ്റീഷൻ വേൾഡ് ആണ്. ഇപ്പോൾ സ്ട്രെസ് കൂടുതലാണ്. എക്സസൈസ് പണ്ടത്തെ മാതിരി ഇല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, പുവർ ഡയറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒന്നും പോഷകതത്വം ഒന്നും കിട്ടുന്നില്ല. അതിന്റെ ഉപരി കൂടുതൽ കഫേൻ എന്ന് പറയുമ്പോൾ കോഫി, ആൽക്കഹോൾ കൺസപ്ഷൻ, ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിലും ഈ പറഞ്ഞ ബോഡിയിലെ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവലിന്റെ അളവ് കൂടും. അപ്പൊ കൂടുമ്പോ എന്തായി, ഇത് ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഇത് സംഭവിക്കും. സോ നാച്ചുറൽ ആയിട്ട് ഒരു സംഭവമാണ്, ബയോളജിക്കൽ ഫാക്ടർ ആണ്. അതായത് എവറി 28 ഡേയ്സ് നിങ്ങളുടെ ബോഡി നമ്മളെ ഒരു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ അത് ഡീകൺസ്ട്രക്ട് ചെയ്യും. അപ്പോ ഇത് പെയിൻഫുൾ ആയിട്ട് വരാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ബിക്കോസ് നിങ്ങളുടെ ബോഡിയിലുള്ള പ്രോസ്റ്റോഗ്ലാൻഡിൻസിലെ അളവ് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കാരണം. സോ എന്തൊക്കെ ഫുഡ് ആയിരിക്കും നമ്മൾ കഴിക്കുന്നതിൽ കൂടുതൽ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് വഷളാക്കാന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി റെഡ് മീറ്റ്, നമ്മള് മട്ടൺ, ബീഫ്, ഇങ്ങനത്തെ ഡയറി പ്രോഡക്ട്സ്, ചീസ്, ബട്ടർ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ പറഞ്ഞ ബേക്കണും പോർക്കും ഇതെല്ലാം ഹൈ പ്രോസസ് മീറ്റ് കൻ ഇൻക്രീസ് യുവർ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവൽ ഇൻ ദ ബോഡീസ് ലേഡീസ്. അതായത് പെൺകുട്ടികളുടെ ബോഡിയിലെ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവൽ കൂടുമ്പോൾ ബോഡി അസിഡിക് ആയിട്ട് മാറി അവിടെ. പിന്നെ ഹൈ ഫാറ്റ് ഫുഡ്, ട്രാൻസ് ഫുഡ്സ് എന്ന് പറയും, ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനത്തെ എല്ലാം ആൽക്കഹോൾ കൂടുതൽ കഴിച്ചാൽ ചിലപ്പോൾ മുട്ടേന്റെ എഗ് യോക്ക് എന്ന് പറയും, അതിലും കൂടുതലാവാൻ സാധ്യതയുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് omega-3 അളവ്, അതായത് ബോഡിയിൽ omega-3 ഫാറ്റി ആസിഡ്സിന്റെ അളവ് കുറയുമ്പോൾ ഇറ്റ് കൻ ഓൾസോ ട്രിഗർ ദ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ലെവൽ. പിന്നെ ചില ആൾക്കാർക്ക് ഷെൽ ഫിഷ്, അതായത് പ്രോൺസ്, ക്രാബ്, ലോബ്സ്റ്റർ, ഇങ്ങനത്തെ കുറച്ച് ആളുകൾ അതിൽ ആർക്കിഡോണിക് ആസിഡ് എന്ന് പറയും, അതിന്റെ കൊണ്ട് കാരണം കൂടുതൽ വഷളാവാൻ സാധ്യത. പക്ഷേ മോസ്റ്റ് സിമ്പിൾ കാരണക്കാരൻ ആരാണ്?
ഇത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. പക്ഷെ ഇന്ന് ഈ പറയുന്ന 90% ആൾക്കാർക്ക് ഇതൊരു സാധാരണ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഒരു പെയിൻഫുൾ പ്രോസസ് ആയിട്ട് മാറാൻ കാരണം നമ്മളെ ബോഡിയിലെ ഈ ഹോർമോണൽ ഇംബാലൻസ്, ആ ഹോർമോണൽ ഇംബാലൻസ് വരാൻ സാധ്യത കൂടുതലുള്ളത് നമ്മള് ബോഡിയിലെ പ്രോസ്റ്റോഗ്ലാൻഡിൻ ലെവൽ അളവ് കൂടുമ്പോൾ അത് കൂടാൻ സാധ്യത ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഫാക്ടറും പിന്നെ പല പല രീതിയിൽ നമ്മുടെ ഫുഡും കാര്യം കൊണ്ടുകൊണ്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. സോ ബ്ലൂ ലൈഫിന്റെ സൊല്യൂഷൻ ഈസ് ടു ബി കംഫർട്ടബിൾ ഡ്യൂറിങ് ദോസ് അൺകംഫർട്ടബിൾ ഡേയ്സ്. അതായത് ഇന്ന് 90% ആൾക്കാർ ഇത് നേരിടുന്നുണ്ടെങ്കിൽ ഹൗ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദിസ്? അവിടെയാണ് ബ്ലൂ ലൈഫിന്റെ ഈ വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് PFG എന്ന് പറഞ്ഞ പെയിൻ ഫ്രീ ഗ്രാനുവൽസ് ഫാസ്റ്റ് റിലീഫ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ പെയിൻ ഫ്രീ ഗ്രാനുവൽസ്. സോ ഇതിന് ഞാൻ ഇനിയൊരു പേരും വെച്ചിട്ടുണ്ട്. PFG കഴിച്ചാൽ the woman will become so PFG to PFG. അതായത് PFG എന്ന് പറഞ്ഞ പെയിൻഫുൾ ഗ്രാനുവൽസ് പ്രോഡക്റ്റ് കഴിച്ചാൽ പവർഫുൾ വുമന്റെ ഗ്രൂപ്പ് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റും. അവിടെയാണ് രണ്ടും PFG ആണ്. സോ use PFG and become PFG. So use PFG and become PFG എന്ന് പറയുമ്പോൾ PFG is nothing but another meaning is powerful female group. So ഇതില് ഉപയോഗിച്ച നമ്മളെ 4 പവർഫുൾ ഇൻഗ്രീഡിയന്റ് ആണ്. ഇറ്റ് ഈസ് സയന്റിഫിക്കലി വാലിഡേറ്റഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഡോസ് ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ഡോസ് എന്ന് പറയുമ്പോൾ അതായത് ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് 3% ഉപയോഗിച്ചത്, എന്തുകൊണ്ട് 5 ആയിക്കൂടെ, എന്തുകൊണ്ട് 10 ആയിക്കൂടെ, എന്തുകൊണ്ട് 100% ആയിക്കൂടെ? അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഓൾവേസ് നമ്മുടെ ബോഡിക്കിന്റെ ഒരു ഓപ്റ്റിമം ഡോസ് എന്ന് പറയും. സോ ഓപ്റ്റിമം ഡോസിന്റെ അളവ് ഇറ്റ് ഹാസ് ടു ബി ഡ്യൂറിങ് സയന്റിഫിക് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇൻവിട്രോ സ്റ്റഡീസിലും ക്ലിനിക്കൽ സ്റ്റഡീസിലാണ് നമുക്ക് മനസ്സിലാവുക എത്ര പെർഫെക്റ്റ് ഡോസ്, വാട്ട് വിൽ ബി ദ ഓപ്റ്റിമം ഡോസ് ഫോർ ഓരോ ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർക്കുമ്പോൾ. സോ അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ആവശ്യമാണ്, പക്ഷെ കൂടുതൽ ഉപ്പിട്ടാൽ ആ ഫുഡിന്റെ എല്ലാ നല്ല ഗുണങ്ങളും അത് വഷളാവും. സോ അശോക് ചാൾ ഡ്രൈ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ പ്ലീസ് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു 10,000 കിലോന്റെ അശോക ചാലിന്റെ ചാൽ എന്ന് പറയുമ്പോൾ തോലാണെന്ന് തോന്നുന്നു. അശോക ചാൽ ഇസ് നത്തിങ് ബട്ട് ദ സ്കിൻ ഓഫ് ദ ബാർക്ക് ഓഫ് ദിസ് വൺ. അത് നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം 300 കിലോ ആണ് ഈ പറഞ്ഞ 3% എന്ന് പറയുന്നത്. സോ അത് 200 mg. പിന്നെ ലോദ്ര, മലയാളത്തിലെ ലോദ്ര ഡ്രൈ എന്ന് പറയുമ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് പച്ചൂട്ടി ആൻഡ് തിപ്പിളി എന്ന് പറയും. പിന്നെ ശുണ്ഠി. ഈ 4 ഇൻഗ്രീഡിയന്റ് ഈ പറഞ്ഞ സിനർജിക്കലി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയാണ് ഈ സിനർജി വരുന്നത്. സോ 4 ഇൻഗ്രീഡിയന്റും കറക്റ്റ് റേഷ്യോയിൽ ചേർത്താൽ ചിലപ്പോൾ 40ന്റെ പവർ ആയിട്ട് മാറുന്ന ഒരു ഫോർമുലേഷൻ ആണ് ബ്ലൂ ലൈഫ് നിങ്ങൾക്ക് തരുന്നത്. ഇറ്റ് ഈസ് കോൾഡ് എസ് PFG. പേറ്റന്റഡ് ആണ് അക്രോസ് ഇന്ത്യ ആൻഡ് വേൾഡ് വൈഡ്. വി ആർ പേറ്റന്റഡ് ദിസ് പ്രോഡക്റ്റ്. ആൻഡ് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിലോ അല്ല OTC മാർക്കറ്റിലോ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ പ്രോഡക്റ്റ് തൽക്കാലം ഇല്ല. സോ ഇതൊരു സൊല്യൂഷൻ ആണ് 90% ഇന്ത്യൻ പോപ്പുലേഷൻ, അതായത് 40 കോടിയോളം ആൾക്കാരുണ്ട്. സോ ഈ ഇൻഗ്രീഡിയന്റ് എങ്ങനെ ജോലി ചെയ്യുന്നത്? സോ ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ സയന്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ പറഞ്ഞ അശോക് ചാൾ ഡ്രൈ എക്സ്ട്രാക്ട്. എന്തെന്ത് ഈ ബെനിഫിറ്റ് നിങ്ങൾക്ക് ബോഡിക്ക് നേടും ചോദിച്ചാൽ, ഫസ്റ്റ് ഇറ്റ് ഈസ് എൻ ആന്റി ഇൻഫ്ലമേറ്റർ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നിങ്ങൾ ബോഡിയിൽ ഇൻഫ്ലമേഷന്റെ അളവ് കൂടുമ്പോൾ, അതായത് പ്രോസ്റ്റഗ്ലാൻഡിൻസ് കൂടിയാൽ ഇൻഫ്ലമേഷന്റെ അളവും കൂടും. അപ്പൊ അതിനെ സമാധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അശോക ചാൾ ഡ്രൈ എക്സ്ട്രാക്റ്റിലുണ്ട്. യൂട്രിൻ ടോണിക് ആയിട്ട് ജോലി ചെയ്യും. അതായത് നിങ്ങൾ ബോഡി യൂട്രിൻ ടോണിക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രോസസ്, ഈ പറഞ്ഞ കംപ്രഷൻ, ഈ പറഞ്ഞ ആ ഒരു ഡിസ്കംഫർട്ടിന്, ആ നിങ്ങളെ പറഞ്ഞ അബ്ഡമൻ പെയിനിന്, ഇതിനെല്ലാം ഒരു ഡിസ്കംഫർട്ടിന് നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടാനായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ്. ഹോർമോണൽ ബാലൻസിനെ നിലനിർത്താൻ സാധിക്കും. ആന്റി ഓക്സിഡന്റ് ആയിട്ട് ജോലി ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് അനൽജസിക്. കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഷയിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു സാഷയിൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്. ഇതുവരെ SOSO ഒരു പെയിൻ കില്ലറോ അല്ല എന്തിനു പറയുക ഒരു തലവേദന മാറുന്ന വരികയല്ല. ഇത് നിങ്ങളെ കംപ്ലീറ്റ് ഗൈനിക് സിസ്റ്റമിനെ റീകറക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്രോഡക്റ്റ് ആണ്. സോ അനൽജസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പെയിനെ കുറയ്ക്കും. പെയിൻ റിലീവിംഗിന്റെ പ്രോപ്പർട്ടിയും ഈ പറഞ്ഞ അശോക് ചാൾ ഡ്രൈ എക്സ്ട്രാക്ടിന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഒരു സാഷെ കഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ റിലീഫ് കിട്ടുന്ന ഒരു 15 മിനിറ്റ് ആകുമ്പോൾ പറയും പെയിൻ. എന്റെ കുടുംബത്തിൽ തന്നെ യുനോ അത് ഏട്ടന്റെ മക്കളായിക്കോട്ടെ, they have come across and said that mama, it is reducing in 15 minutes, the pain has gone. So the mood regulation and especially mood swings, ഇങ്ങനത്തെ കാര്യങ്ങൾ മൂഡ് റെഗുലേറ്റർ ആയിട്ട് ഇത് ജോലി ചെയ്യും. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റിന്റെ പ്രത്യേകത ഏകദേശം അത് തന്നെയാണ്. ഹോർമോണൽ ബാലൻസ്, ആന്റി ഇൻഫ്ലമേറ്ററി, യൂട്രിൻ ടോണിക്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഓൾസോ ഹാസ് ഡൈയൂറിറ്റിക് എഫക്ട്. ഡൈയൂറിറ്റിക് എഫക്ട് എന്ന് പറയുമ്പോൾ
ചില ആൾക്കാർ പറയും ഈ പറയുന്ന മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുമ്പോൾ തന്നെ കൈയും കാലെല്ലാം വീങ്ങാൻ തുടങ്ങും. ചില ആൾക്കാർ ബ്ലോട്ടിംഗ് ഫീലിംഗ് ആയിരിക്കും. വയറെല്ലാം ഒന്നും തിന്നാൻ പറ്റില്ല. ദേ ഫീൽ വെരി വെരി ഹെവി. യുനോ മുഖമെല്ലാം സ്വെല്ലിംഗ് ആവും. സോ ആൻഡ് സോ അതെന്തിനാന്ന് ചോദിച്ചാൽ ബോഡി സ്റ്റാർട്ട്സ് റീറ്റെയിനിങ് വാട്ടർ. അതായത് വാട്ടർ റിട്ടൻഷൻ കൂടുമ്പോൾ ഇതെല്ലാം സ്വെല്ലിംഗ് തുടങ്ങുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ ആ അൺവാണ്ടഡ് വാട്ടർ റിട്ടൻഷനെയും തള്ളിക്കളയാനും പുറത്ത് കളയാനും പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പവർഫുൾ ഇൻഗ്രീഡിയന്റ് ആണ് നിങ്ങളെ പച്ചൂട്ടി, നിങ്ങളെ ലോതറ ഡ്രൈ എക്സ്ട്രാക്ട്. സ്ട്രെസ് റിഡക്ഷൻ, സോ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതായത് നമ്മളെ ആങ്സൈറ്റിയും നമ്മളെ ഒരു ടെൻഷനെയും കുറക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും ഈ പറഞ്ഞ ലോതറ ഡ്രൈ എക്സ്ട്രാക്ട് ഉണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് പിപ്ലി, അഗെയിൻ ആന്റി ഇൻഫ്ലമേറ്ററി, തിപ്പിളി എന്ന് പറയും. സോ ഹോർമോണൽ ബാലൻസ്, ഡൈജസ്റ്റീവ് സപ്പോർട്ട്. സോ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സിംറ്റംസിൽ എന്താണ്, ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവും, ചില ആൾക്കാർ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ബ്ലോട്ടിംഗ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ പിപ്ലി മൂൾ ഡ്രൈ എക്സ്ട്രാക്ട് കാരണം കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കും ഒരു സമാധാനമായിട്ട് വരും. ദെൻ വി ഹാവ് ദി അഡാപ്റ്റോജനിക് എഫക്ട്സ്. അതുകൊണ്ട് നിങ്ങളെ PMS, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി ഇങ്ങനത്തെ പ്രശ്നത്തിന് നിങ്ങൾക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ശുണ്ഠി, അതായത് ജിഞ്ചറിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ്. ആൻഡ് ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. എസ്പെഷ്യലി കേരള ഒരു ആയുർവേദത്തിന്റെ ഒരു സ്ഥലം, വേൾഡിന്റെ ഒരു ആയുർവേദത്തിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ ജിഞ്ചറിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എൻ അമേസിംഗ് ഡൈജസ്റ്റീവ് സപ്പോർട്ട് ആൻഡ് എസ്പെഷ്യലി ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ, വോമിറ്റിംഗ് സെൻസേഷൻ ഇങ്ങനത്തെ രീതിയിലെല്ലാം ആ പറഞ്ഞ ഒരു സിംറ്റംസിനെ തടയാനും അതിനെ കുറക്കാനും പറ്റുന്ന ഒരു മൂഡ് റെഗുലേറ്റർ ആണ്. പ്ലസ് നിങ്ങളെ ഹോർമോണൽ ബാലൻസിന്. സോ ബിലീവ് മീ, ഇറ്റ്സ് എ പവർഫുൾ പ്രോഡക്റ്റ്. ഒരു സൊല്യൂഷൻ ആണ്. ആർക്കാണ് ഈ സൊല്യൂഷൻ ചോദിച്ചാല് ഇറ്റ് ഈസ് ഫോർ ദി 40 crore വുമൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് പ്രോഡക്റ്റ്. 40 കോടി പെൺകുട്ടികളാണ് ഈ പ്രോഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, ഇവിടെയാണ് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത്. സോ മിനിമം 6 മാസം ഉപയോഗിക്കുക. എന്റെ അറിവിൽ 7 ഇല്ലെങ്കിൽ 10 സാഷെ ഒരു മാസം നിങ്ങൾ മിനിമം ഉപയോഗിച്ചേ പറ്റൂ. അത് 6 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും പെയിൻ വരുമ്പോൾ അങ്ങനെ മാത്രം കഴിക്കാം. ബിക്കോസ് വൈ 6 months ഈസ് എ ക്വസ്റ്റ്യൻ. 6 months എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻറ്റയർ ഗൈനക് സിസ്റ്റമിനെ നിങ്ങൾക്ക് റെഡിയാക്കാൻ ഒരു സമയമാണ്. ബിക്കോസ് ഇത് ഒരു ഇൻസ്റ്റന്റ് പെയിൻ റിലീവർ ആവാം, പക്ഷെ നിങ്ങൾ എൻറ്റയർ ഗൈനക് സിസ്റ്റം റെഡി ആയാൽ പിന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്തെന്തോ പ്രശ്നങ്ങൾ, PCOD ആവാം, PCOS ആവാം, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്ന തൈറോയ്ഡ് ആവാം, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് പരിഹാരം ഇതിൻ്റെ അകത്ത് കിട്ടും. സോ ഡു നോട്ട് അത് ജസ്റ്റ് ഒരു പെയിൻ റിലീവിംഗ് ആയിട്ട്. ബിക്കോസ് ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, എന്റെ ഫാമിലിയിൽ ഒരാള് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അവര് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പൊ ഫാക്ടറിയിൽ എന്താ ഇപ്പൊ ജോലിക്കാരാണ്, അപ്പൊ അവരുടെ അടുത്ത് കാശ് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്താ ചെയ്തു, ആ ജോലിക്കാർക്ക് ഇന്ന് പിടിച്ച് ഒരു സാഷ കൊടുത്തു, 2 സാഷ കൊടുത്തു. ഒരു സാഷ എടുത്ത് അവര് പോയി. പിന്നെ വന്നത് തിരിച്ച് അടുത്ത മാസമാണ്. ബിക്കോസ് ദേ ഗോട്ട് റിലീവ്ഡ് ഫ്രം ദ പെയിൻ. പക്ഷേ അവർക്കറിയില്ല, should never do that mistake. Take it minimum 7 to 10 days in a month, and for the next 6 months, believe me, many things can change. And കുറച്ച് ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക, കുറച്ച് എക്സസൈസ് ചെയ്യുക, പറ്റുമെങ്കിൽ കുറച്ച് നല്ല ഫുഡും ബ്ലൂ ലൈഫിന്റെ സപ്ലിമെന്റ് എടുക്കുക, പറ്റുമെങ്കിൽ ബ്ലൂ ലൈഫിന്റെ ഒമേഗ അതായത് krill ഓയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ krill ഓയിലിലും സയന്റിഫിക് ആയിട്ട് അവിടെ നമ്മൾ റിസർച്ച് ചെയ്തതാണ് PMS സിംറ്റംസിനെ. സോ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ബോഡിയിൽ omega-3 അളവ് കുറയുമ്പോൾ omega-6ഉം 9 മാത്രം ഉണ്ടായാലും ഈ പറയുന്ന സിംറ്റംസ് കൂടാൻ സാധ്യതയാണ്. അപ്പോൾ krill ഓയിലും ചേർത്ത് കഴിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സൊല്യൂഷൻ. ബട്ട് ദിസ് പ്രോഡക്റ്റ് 6 months കമ്പൽസറി യു ഹാവ് ടു ടേക്ക് ദിസ്. സോ ഈ പ്രോഡക്റ്റിന്റെ ആരാണ് നിങ്ങളെ മാർക്കറ്റ്? ആസ് എ ബിസിനസ് മാൻ നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം നിങ്ങൾക്ക് കേരളത്തിൽ അറിയില്ല, പക്ഷെ എൻറ്റയർ ഇന്ത്യ ബ്ലൂ ലൈഫ് കൻ ബിക്കം എ 1000 crore. വൈ? ബിക്കോസ് ഇന്ത്യയിലെ ഇന്ന് 142 കോടി പോപ്പുലേഷനാണ്. അതിൻ്റെ അകത്ത് 48% പെണ്ണുങ്ങളാണ്. സോ 67 കോടിയാണ് അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ, ലേഡീസിന്റെ വുമൻ പോപ്പുലേഷൻ. അതിൻ്റെ അകത്ത് 12 തൊട്ട് 52 വയസ്സിലുള്ളത് 60% ആൾക്കാരാണ്. എത്രയാണ്? 60%. 67 കോടിയിൽ 60% ആൾക്കാർ അവിടെയാണ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നത്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 40 crore പീപ്പിൾ. ആ 40 crore പീപ്പിളിൽ 90% എന്താവുന്നത്? ഞാനല്ല പറയുന്നത്, റിസർച്ച് ഇസ് സെയിങ്, ദ ഫാക്ട് ഇസ് സെയിങ് 90% ആൾക്കാർക്ക് എന്താണ്
painful symptoms, including excessive bleeding, headaches and more. അപ്പൊ 36 കോടി പെൺകുട്ടികള് ചേച്ചിമാര് ദേ ആർ സഫറിങ് വിത്ത് ദിസ്. അതിൻ്റെ അകത്ത് 40% ആൾക്കാർ ആർ മിസ്സിംഗ് സ്കൂൾ, കോളേജ്, വർക്ക് ഡ്യൂ ടു സിവിയർ പെയിൻ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ 40 കോടി പേർക്ക് ഈ പ്രോഡക്റ്റിന് ആവശ്യമുണ്ട്. ഈ 40 കോടി പേരിൽ യുനോ ചിലപ്പോൾ 15-20% ആയിരിക്കും നിങ്ങളെ ആക്സസിബിലിറ്റിയിൽ ഉണ്ടാവും, അല്ലെ ചിലപ്പോൾ 10% ആൾക്കാരായിരിക്കും നിങ്ങളെ കൺവേർഷത്തിൽ വരുന്നത്. സോ ഇത് ഓൺലൈനിലായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ പോയാലും യു കൻ ടച്ച് worst situation. We'll be in the next 5 years we should touch 1 crore customer in only with this product. So out of 40 crore, 50 lakh to 1 crore customer, it is certainly possible because ഈ പ്രോഡക്റ്റ് അത്രയും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എല്ലാ വീട്ടിലും എത്തേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പറഞ്ഞ പ്രശ്നത്തോട് സൊല്യൂഷൻ ആയിട്ട് മാറുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഈ പറഞ്ഞ 1 കോടി ആൾക്കാർ, ഒരു വർഷത്തിൽ 1 കോടി ആൾക്കാർ, അതായത് ആവറേജ് ആയിട്ട് 1 കോടി ആൾക്കാരെങ്കിലും അറ്റ്ലീസ്റ്റ് 6 മാസത്തിൽ ഒരിക്കൽ, 3 മാസത്തിൽ ഒരിക്കൽ, 6 മാസം റൊട്ടേഷൻ 1 കോടി ആൾക്കാർ ഈ പർച്ചേസസ് ദിസ്. ഈ ഒറ്റ പ്രോഡക്റ്റ് can become a 1,000 crore market for Blue Life and for our leaders and for our amazing entrepreneurs. നമ്മൾ ഇവിടെ സോ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ളത് ഇറ്റ് ഇസ് എ മൈൻ, ഇറ്റ്സ് എ ഗോൾഡ് മൈൻ. സോ 2 രീതിയിൽ ചിന്തിക്കുക. ഇറ്റ് ഹാസ് ടു ഗോ എവ്രിവെയർ. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇതൊരു നാച്ചുറൽ ബയോളജി പ്രോസസ്. പക്ഷെ ഈ നാച്ചുറൽ ബയോളജി പ്രോസസ് വഷളാവാൻ കാരണം നമ്മുടെ ബോഡിയിൽ പ്രോസ്റ്റോഗ്ലാൻഡിൻ ലെവൽ അളവ് കൂടി. അത് കൂടാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ്, എക്സസൈസ് ഇല്ല, ഈ പറഞ്ഞ കുറെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇത് കൂടുന്നത്. അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് ബ്ലൂ ലൈഫിന്റെ PFG. 7 ദിവസം to 10 days in a month for 6 months consecutive ആയിട്ട് നിങ്ങൾ എടുത്താൽ, believe me, you will overcome with major problems of all these things. So as a businessman, minimum out of 40 crore, കേരളത്തിൽ മാത്രം, I do not, because കേരളയിലെ density of women population is high and purchase parity is much better. അതായത് പർച്ചേസ് ചെയ്യുന്ന കപ്പാസിറ്റി മച്ച് ഹയർ ആണ് ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ. സോ നിങ്ങൾ അടുത്ത വരുന്ന 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് 10 lakh പീപ്പിളിനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റിയാൽ, മാസം 1000 രൂപ വെച്ചിട്ട് അവർ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ you are on a 100 crore business. So monthly you can generate 100 crore one product. അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പോയാൽ ബാക്കി എല്ലാ പ്രോഡക്റ്റും അവിടെ പോയേ പറ്റും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബ്ലൂ ലൈഫിന്റെ. അടുത്ത ഒരു പവർഫുൾ പ്രോഡക്റ്റ് ആണ്. സോ ലേഡീസിന്, അപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികളും, എല്ലാ ആങ്ങളമാരും, അവർക്ക് അവരെ വൈഫിനാവട്ടെ, സിസ്റ്ററിനാവട്ടെ, അല്ല അമ്മമാർക്കാവട്ടെ, കൊളീഗിനാവട്ടെ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഏതാന്ന് ചോദിച്ചാല് ഈസ് അവർ PFG. ബിക്കോസ് അവരെല്ലാം, ലേഡീസിന് ഒരു പ്രശ്നമുണ്ട്, എല്ലാം മനസ്സിലിങ്ങനെ ഒതുക്കി വെക്കും. അവർക്ക് ഏറ്റവും, അതായത് ഇവര് എന്താ പറയുക, ഏറ്റവും കൂടുതൽ പേഷ്യൻസും ഏറ്റവും കൂടുതൽ സഹനശീലത കൂടുതലായതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം സാധാരണക്കാരായ ഏതൊരാൾ പറഞ്ഞവര്, ഒരു ആണുങ്ങൾക്ക് ഒരു തലവേദന വന്നാല് നിലവിളിയായിരിക്കും. പക്ഷെ ഒരു പെൺകുൾ തലവേദനയല്ല, 100 ഇരട്ടി തലവേദന വന്നാലും എല്ലാ ജോലിക്കാരും ചെയ്യും, എല്ലാം ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് ദർ നേച്ചർ. സോ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഇറ്റ് ഹാസ് ടു ബി ദ ബെസ്റ്റ് ഗിഫ്റ്റ് വാട്ട് യു കൻ ഗിവ് ഫോർ യുവർ സിസ്റ്റർ, യുവർ വൈഫ്, ഓർ യുവർ കൊളീഗ്, ഓർ യുവർ ഫ്രണ്ട്. സോ അടുത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ സംസാരിക്കുന്നതാണ്, വിച്ച് ഇസ് ഫോർ മെൻ. അതായത് എല്ലാ ആണുങ്ങൾക്കും, ബിക്കോസ് ചില പേർ ഈ പ്രോഡക്റ്റിന്റെ ആവശ്യം ഒരു ബെഡ്റൂം പ്രോഡക്റ്റ് ആയിട്ട്, പോലെ സെക്ഷൽ വെൽനെസിന് മാത്രം കണ്ടെത്തിയ ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഗോയിങ് ടു റെവല്യൂഷനൈസ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. സോ അവിടെയാണ് ഈ പറഞ്ഞ സംഭവം ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മാൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ രണ്ട് ആൾക്കാരെ ഇല്ലു. ഒന്ന് വന്നിട്ട് മാൻ, ഒന്ന് വന്നിട്ട് വുമൻ, പുരുഷൻ, പിന്നെ I do not know what is the Malayalam word for word. So women and men. So നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഡു വി ലൈക്ക് മാൻ ഓർ മാൻലിനെസ്? ഇതാണ് ചോദ്യം. നമ്മള് പുരുഷനെയാണോ ഇഷ്ടപ്പെടുന്നത്, അല്ല അവരെ പൗരുഷത്തിനെയാണോ? സോ ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു മാൻ, ആ പൗരുഷത്തിന്റെ ഒരു ആ ക്വാളിറ്റിനെ കണ്ടിട്ടാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്. അതൊരു കുട്ടി അച്ഛനോടാവാം ആ സ്നേഹം, ബിക്കോസ് എല്ലാ കുട്ടികൾക്കും അവരുടെ അച്ഛനായിരിക്കും
ഒരു സൂപ്പർ ഹീറോ. എന്തിനാന്ന് ചോദിച്ചാല് ബിക്കോസ് ദേ വാണ്ട് ടു സീ ദറ്റ് മാൻലിനെസ് ക്വാളിറ്റി, ആ പൗരുഷത്വം. ഒരു മമ്മൂട്ടി, മോഹൻലാൽ ആസ് എ ക്യാരക്ടർ അല്ല നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് സുരേഷ് ഗോപി ആവട്ടെ, വി ഡോണ്ട് ലൈക്ക് ദർ ആസ് എ നെയിം, ബിക്കോസ് അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഫിലിമിലേക്കൂടെ കാണിക്കുന്ന ആ പൗരുഷത്തിനെയാണ് നമ്മള് ഇഷ്ടപ്പെടുന്നത്. സോ അതേ രീതിയിൽ സോ മാൻലിനെസിന്റെ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള ചില പൗരുഷത്തിന്റെ ചില ഡീഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പൗരുഷത്തിന്റെ ബൈ ഡീഫോൾട്ട് ക്വാളിറ്റീസ് എന്താന്ന് ചോദിച്ചാൽ ഫിസിക്കൽ സ്ട്രെങ്തും ടഫ്നെസ് ആണ്. ഇതെല്ലാവരും എഗ്രി ചെയ്യും, ശരിയല്ലേ? മസിലും പവറും, ദേ വാണ്ട് ടു ഷോ ദാറ്റ് ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് ടഫ്. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് പൗരുഷത്തിന്റെ കറേജും പിന്നെ ബ്രേവ് ആയിട്ടുള്ള ഭയങ്കര ധൈര്യവും കറേജുമാണ്. സോ ചില ആൾക്കാർ തമാശക്ക് പറയില്ല, എന്താ എന്തെങ്കിലും പ്രശ്നമായാലും ഓടിപ്പോയാലും പറയില്ല, ദേ മേക്ക് യു എന്താ നീ ആണല്ലേ അത് ഇതെല്ലാം ചോദിക്കൂലേ. സോ ബിക്കോസ് ദിസ് ബൈ ഡീഫോൾട്ട് ക്വാളിറ്റി ഓഫ് എ മാൻ ഇസ് ദ കറേജ് ആൻഡ് ദി ബ്രേവറി. ആൻഡ് the most important quality is honor and integrity. So manliness, പൗരുഷത്തിന്റെ ഒരു quality, one of the quality is the honor, and integrity. When I say honor and അവർക്ക് ഈ പറഞ്ഞ പ്രൈഡും ഈ honor ആണ് ഏറ്റവും വലുത്. If you keep one side honor and pride and one side 1 crore, they will choose honor and pride. So അതുകൊണ്ടാണ് നമ്മൾ കാണുന്നില്ലേ എത്രയോ ആൾക്കാർ ഈ പറഞ്ഞ സോൾജർ കാറ്റഗറിയിലായിക്കോട്ടെ, മിലിറ്ററിയിലായിക്കോട്ടെ, they will die for the country. അതേ രീതിയിൽ ഒരു ആണുങ്ങളോട് ചോദിച്ചാൽ മതി, നിങ്ങള് ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് എന്താണ്? അവര് സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല അവര് കുറെ ആൾക്കാർ പറയും എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. പക്ഷേ when it comes to their family, they know how to protect the family. So ആ പ്രൊട്ടക്റ്റീവ്നെസ്സും മാൻലിനെസ്സിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോ ആസ് എ സിസ്റ്റർ, നിങ്ങളെ ഒരു ഏട്ടൻ ഉണ്ടെങ്കിൽ ആസ് എ സിസ്റ്റർ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ആവശ്യപ്പെടുവോ ഇല്ലയോ? ഈ പറഞ്ഞ എന്റെ ഏട്ടനിലും എന്റെ അനിയന്മാരിലും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ടോ. ആസ് എ വൈഫ്, ഇഫ് യു ലുക്ക് അപ്പ് ടു യുവർ ഹസ്ബൻഡ്, don't you think that you should have these qualities in your husband? As a son, for your aging father, your father could be 60 years, 70 years, don't you think that he should live strong and with all these qualities? Obviously the answer is yes. So നിങ്ങൾ ചോദിക്കാം, ഈ പറഞ്ഞ കഥയും ഈ പറഞ്ഞ ഇമോഷണൽ സ്റ്റോറിയിൽ എന്തിനാണ് ആവശ്യം? ബിക്കോസ് അവിടെയാണ് സയൻസ് വരുന്നത്. സോ ലേഡീസിന് ഞാൻ പറഞ്ഞു, അവരെ ബോഡി, ആ വുമന്റെ ക്വാളിറ്റീസ് വരാൻ്റെ 2 മെയിൻ ഹോർമോണാണ് ഈസ്ട്രോജനും ഈ പറഞ്ഞ പ്രൊജസ്ട്രോണും. ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വളരെ വളരെ കുറവാണ്. പക്ഷെ മാൻ ആയിട്ട് ഇരിക്കണമെങ്കിൽ, ഒരു പൗരുഷമായിട്ട് ഇരിക്കണമെങ്കിൽ, ഹിസ് ബോഡി നീഡ്സ് മോർ ആൻഡ് മോർ ടെസ്റ്റോസ്റ്ററോൺ. ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറയുമ്പോൾ ബോഡിയിൽ ഒരു ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറൽ ആയിട്ട് കിട്ടിയ ദേവൻ തമ്പുരാൻ കൊടുത്ത ഈ പറഞ്ഞ ഹോർമോണിന്റെ അളവ് കുറയുമ്പോൾ എന്തെന്താ വഷളാവാൻ സാധ്യതയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മുടെ ബോഡിയിൽ മസിലിന്റെ സ്ട്രെങ്ത്തും മസിൽ മാസ് കുറയാൻ തുടങ്ങും. സോ മസിൽ മാസും സ്ട്രെങ്ത്തും കുറയാൻ തുടങ്ങുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറൽ ആയിട്ട് തന്ന ടെസ്റ്റോസ്റ്ററോൺ ലെവലില് അളവ് കുറയാൻ തുടങ്ങിയതാണ്. പിന്നെ ബോഡി ഫാറ്റ് വളരെ പെട്ടെന്ന് 30 വയസ്സിന് ശേഷം വളരെ പെട്ടെന്ന് ബോഡി ഫാറ്റ് ഇൻക്രീസ് ആവുന്നെങ്കിൽ, എസ്പെഷ്യലി സ്റ്റമക്ക് ഏരിയയിൽ ഉണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവലും കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് അർത്ഥം. ഫെറ്റീഗ്, വളരെ ടയർഡ് ആവും, ഒരു എനർജിയേ ഇല്ല, ഒന്നും ചെയ്യാൻ ഒരു മൂഡില്ല, അവിടെയും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവാണ്. സോ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞാൽ ആണുങ്ങൾക്ക് കാണുന്ന ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഇതാണ്. സോ നിങ്ങളിപ്പോ ഞാൻ തുടക്കത്തിൽ എന്താ പറഞ്ഞ, മസിൽ ആണുങ്ങളെ പവർ എന്നാണ്, സ്ട്രെങ്ത്തും പവറാണ് അല്ലെ? അപ്പം ഈ പറഞ്ഞ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞാല് സ്ട്രെങ്ത്തും പോയി പവറും പോയി. സോ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ലൈക്ക് സെക്ഷൽ ഡ്രൈവ് കുറയും, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആവാം. ഇതെല്ലാം ഒരു സെക്കൻഡറി എഫക്റ്റ് ആണ്. ബോൺ ഡെൻസിറ്റി കുറയും. പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഓസ്റ്റിയോപൊറോസിസ് ആവാൻ സാധ്യതയുണ്ടോ അതേ രീതിയിൽ തന്നെ ആണുങ്ങൾക്കും ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യത ഉണ്ടാവും. ബിക്കോസ് ബോണിന്റെ ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. സോ ഇതെല്ലാം സ്ട്രെങ്ത്തും ഇതിന് പ്ലസ് ഡിക്രീസ്ഡ് മോട്ടിവേഷൻ. ഈ പറഞ്ഞ ആർമിക്കാര്, ഈ പറഞ്ഞ സോൾജർ, ഇവിടെയെല്ലാം സയന്റിഫിക് റിസർച്ച് കണ്ടെത്തിയത് എന്താന്ന് ചോദിച്ചാല് അവർ അത്രയും ധൈര്യം കാണിക്കാനും അവർക്ക് അത്രയും ആർമിയിൽ ചേരുന്ന മുമ്പിലും ആർമിയിൽ ചേർന്നതിന് ശേഷം 6 മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ അവർ ബോഡിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ട് അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അളവ് കൂടുതലായിരുന്നു. സോ ഇമാജിൻ, ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു യുവർ മോട്ടിവേഷൻ. ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് മോട്ടിവേഷൻ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ്. ദാറ്റ് ഈസ് വെയർ ഈ പറയുന്ന സ്പോർട്സ് പീപ്പിൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്താൽ, ഫുട്ബോൾ, അത്ലറ്റിക്സ്, അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുതലായിരിക്കും. ബിക്കോസ് ദേ ആൾവേസ് ഫുൾ ഓഫ് പംപ്ഡ് അപ്പ്.
ഹോട്ട് ഫ്ലാഷസ്, സ്വെറ്റിങ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല, മൂഡ് ചേഞ്ചസ് വരാൻ, ലേഡീസിന് മാത്രമല്ല മൂഡ് ചേഞ്ചസ് വരുന്നത്. ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആണുങ്ങൾക്കും പറഞ്ഞ മൂഡ് ചേഞ്ചസ് വരും, സ്ലീപ്പിൽ ഡിസ്റ്റർബൻസസ് കാണും, റെഡ് ബ്ലഡ് സെൽ, അതായത് ബോഡിയിൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ പ്രൊഡക്ഷന്റെ തടസ്സം ഉണ്ടാക്കാൻ സാധിക്കും വെൻ ഇറ്റ് കംസ് ടു ടെസ്റ്റോസ്റ്ററോൺ ലെവലിന്റെ അളവ് ബോഡിയിൽ കുറഞ്ഞാൽ. കാർഡിയോവാസ്കുലറിന്റെ ഹെൽത്ത്, സോ ചില ആൾക്കാർ ഇന്നും ഡിബേറ്റ് ആണ്, ഹാർട്ട് അറ്റാക്ക്, ആണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത കാരണം ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞുകൊണ്ടാണോ അല്ല ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലം കൊണ്ടാണോ ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോൺ? സ്റ്റിൽ ഇറ്റ് ഇസ് എ ഡിബേറ്റ്. സോ ബോത്ത് ആർ ഇന്റർലിങ്ക്ഡ്. ഹാർട്ട് റിലേറ്റഡ് CVD പ്രോബ്ലം വരാൻ കൂടുതൽ സാധ്യത ചാൻസസ് ഈസ് വെൻ യുവർ ബോഡി ഹാസ് ലോ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മീൻസ് ചില ആൾക്കാർ 5 യൂണിറ്റ് ആയിരിക്കും തുടക്കത്തില് ഇൻസുലിൻ എടുക്കുന്നുണ്ടാവും, പിന്നെ അത് കുറച്ച് കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയും 10 ആക്ക്, പിന്നെ 15 ആക്ക്, 20 ആക്ക്, 40 ആക്ക്. വൈ? ബിക്കോസ് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ can make the insulin sensitivity, അതായത് it can cause the insulin sensitivity. What is the solution? Now, if you want to bring back all these qualities, അതിനെന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞാൽ, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂട്ടാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഐ എം ഷുവർ എവറിബഡി വിൽ ഡു. സോ ഇഫ് യു വാണ്ട് യുവർ ഹസ്ബൻഡ് to bring back all this manliness quality, as a sister, if you want to see your brother to get back all this manliness quality, as a son, if you want to see your papa as of with all that with all the uh, zeal and energy in him, even at the age of 60 and 80, the best product what Blue Life can offer is Empower. So ഇതിൽ 8 ingredients ആണ്. ഇതിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റ് മാത്രം ഞാൻ ഏകദേശം ഒരു ഫുൾ ഡേന്റെ പ്രസന്റേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ബട്ട് 8 ഇൻഗ്രീഡിയന്റിൽ നിങ്ങൾ പറഞ്ഞ ആ സിനർജിന്റെ എഫക്റ്റ് ആണ് യു ഹാവ് ടു ടേക്ക്. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ കോർഡിസെപ്പ് എന്ന് പറയുന്നത്. വേർ ആൻഡ് ഓൾ ഇറ്റ് വർക്ക്സ്, ഇറ്റ് ഈസ് സൂപ്പർ ഫോർ എനർജി ആൻഡ് സ്റ്റാമിന. റെസ്പിറേറ്ററി ഹെൽത്ത്, അതായത് നമ്മൾ ഓക്സിജന്റെ ഫ്ലോ കൂടാനും ബ്രോങ്കോ ഡയലേറ്ററിന്റെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ ഫ്ലോ കൂട്ടാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയന്റ് ആണ് കോർഡിസെപ്പ് എന്ന് പറയുന്നത്. കീടാജലി എന്ന് പറയും. ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യും, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, അഫ്രോഡൈസിക് എഫക്ട് സെക്ഷൽ ഹെൽത്തിന് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ്, ബ്ലഡ് ഷുഗർ റെഗുലേഷൻ. സോ റീസെന്റ് സയന്റിഫിക് എവിഡൻസ് വന്നിട്ട് നമ്മൾ ബ്ലഡ് ഷുഗറിന്റെ അളവും ഡയബറ്റീസിനും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറഞ്ഞ കോർഡിസെപ്പ്. അശ്വഗന്ധ, ഇത് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ആങ്സൈറ്റി, അതായത് ദേഷ്യം, അതായത് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹോർമോണൽ അസോസിയേറ്റഡ് സ്ട്രെസ് റെഡ്യൂസ് സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി ഈ പറയുന്നത്. സോ ഈ സ്ട്രെസ് കൂടുന്നത് കാരണം നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ബോഡി ഒരു കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ജനറേറ്റ് ചെയ്യും. ഈ പറഞ്ഞ കോർട്ടിസോളിന്റെ അളവ് കൂടിയാൽ നിങ്ങൾ എന്ത് മെഡിസിൻ അയച്ചാലും നിങ്ങൾ എന്ത് നിങ്ങൾ എടുത്താലും അതിന്റെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. സോ അശ്വഗന്ധ has proven to have that കോർട്ടിസോളിന്റെ അളവ് നാച്ചുറൽ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അവിടെയാണ് അശ്വഗന്ധന്റെ ബെനിഫിറ്റ്. നല്ല ഉറക്കം കിട്ടും. That is proven. Ashwagandha is known to put you in a calm, peaceful sleep. Cognitive. Ashwagandha is also used for your memory product വേണ്ടിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്നില്ല. So Ashwagandha is very very powerful for for memory and attention improve ചെയ്യാനും, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്, ഹോർമോണൽ ബാലൻസിന്, ആന്റി ക്യാൻസർ ആണ്, ആന്റി ഏജിങ് ആണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് the most powerful product which is called as ആത്മഗുപ്ത. ആത്മഗുപ്ത എന്ന് പറയുമ്പോൾ നമ്മള് സന്തോഷമായി, ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ഉണ്ടാകുമ്പോൾ അവർ ബോഡി റിലീസസ് ഹോർമോൺ കോൾഡ് ആസ് ഒരു ട്രിഗർ ചെയ്യുന്നതാണ് ഡോപ്പമൈൻ എന്ന് പറഞ്ഞിട്ട്. സോ ഈ പറഞ്ഞ അളവ് കൂടിയാൽ നമ്മൾക്ക് പാർക്കിൻസൺ ഡിസീസ് വരാണ്ടിരിക്കേണ്ട സാധ്യത അളവ്. സോ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ സന്തോഷമായിട്ടുണ്ടാവും. ഫോർ എവറി റീസൺ വി ഷുഡ് ബി ഇൻ എ വെരി വെരി. സോ ഈ പറഞ്ഞ ആത്മഗുപ്ത ഇൻഗ്രീഡിയന്റ് naturally enhances the pleasure and your mood. So it is proven neuroprotective effect, mood enhancer ആണ്, male fertility പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ആണ്. ഗോക്ഷുര മെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്, യൂറിനറി ട്രാക്ട് ഹെൽത്ത്, അതായത് നമ്മൾ UTI സംബന്ധപ്പെട്ട ആണുങ്ങൾക്ക് UTI പ്രോബ്ലം വരാം, കിഡ്നി സ്റ്റോൺ വരാം, ചില ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഗോക്ഷുര ഈസ് പ്രൂവൻ ഫോർ ദാറ്റ്. കാർഡിയോവാസ്കുലർ ഹെൽത്തിന്, ബ്ലഡ് പ്രഷറും കൊളസ്ട്രോൾ ലെവലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും.
ഹോർമോണൽ ബാലൻസിനെ നിലനിർത്താൻ പറ്റും. അത്ലറ്റിക് പവർ, അതായത് എസ്പെഷ്യലി സ്പോർട്സ് ആൻഡ് ഓൾ ദിസ് പീപ്പിൾ ക്യാൻ ടേക്ക് ദിസ്. ഡെന്റൽ ഹെൽത്തിന്, റെസ്പിറേറ്ററി ഹെൽത്തിന്, ഡൈജഷൻ ഹെൽത്തിന്, നെർവസ് സിസ്റ്റമിന്. സഫേദ് മോസ്റ്റ്ലി it's very very good for endurance and stamina as a sports product. Metabolic health in Shilajit, full of minerals and especially നമ്മൾ iron, zinc, magnesium, copper ഇങ്ങനെ പറഞ്ഞ നാച്ചുറൽ ആയിട്ട് നേച്ചർ തന്ന ഒരു 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 രസായനാണ് ഈ പറഞ്ഞ ശിലജിത്ത്. ഡയൂറിറ്റിക് പ്രോപ്പർട്ടീസ്, ആണുങ്ങൾക്ക് ഈ പറഞ്ഞ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിലും ഈ പറഞ്ഞ കോക്ലാക്ഷർ സീഡ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ക്യാൻ ബി വെരി വെരി ബെനിഫിഷ്യൽ. നോ ഈ പ്രോഡക്റ്റ് അപ്പൊ നിങ്ങൾ വിചാരിച്ച് നോക്ക്, ജസ്റ്റ് ഫോർ ഒരു 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 10 പ്രോഡക്റ്റ് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് എപ്പോഴെങ്കിലും ആവശ്യം ഇല്ല പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പാടില്ല. ദിസ് പ്രോഡക്റ്റ് ഹാസ് ടു ബി ടേക്കൻ every month, അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 50 days. പിന്നെ നിങ്ങൾക്ക് മാസത്തില് ഒരു 10 days നിങ്ങൾക്ക് കഴിക്കാം. ദാറ്റ് മീൻസ് ഫോർ ദ നെക്സ്റ്റ്. സോ സ്റ്റാർട്ട് ആൻഡ് ടേക്ക്, ഡു ഇറ്റ് ഫോർ 50 days. ബിലീവ് മീ, 10ാമത്തെ ദിവസം കൊണ്ട് യുവർ ഓവറോൾ എനർജി പാറ്റേൺ വിൽ ചേഞ്ച്. ഓവറോൾ എനർജി പാറ്റേൺ. സോ ഈ പ്രോഡക്റ്റ് ആരാണ് കഴിക്കേണ്ടത്? ഡയബറ്റീസ് തീർച്ചയായിട്ടും കഴിച്ചേ പറ്റൂ. Because it is directly related to their insulin sensitivity, and for diabetes it's an amazing product. ജിം പോകുന്നവര് വെറും പ്രോട്ടീനോ ഇല്ല നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് മസിൽ ബിൽഡ് ആവണമെന്ന് ഒരു ഇതില്ല. സയൻസ് ഹസ് റിസർച്ച്ഡ് ആൻഡ് പ്രൂവൻ ദാറ്റ് ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അളവ് കൂടുമ്പോൾ ആണുങ്ങൾക്ക് ആ ശക്തിയും ഈ പറഞ്ഞ മസിൽ ബിൽഡിംഗ് ആക്ടിവിറ്റിനും ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവാണ്. സോ പീപ്പിൾ ആർ ഗോയിങ് ഫോർ ജിം, സ്പോർട്സ്, they should also take the Empower as a product. Then every category, heart related. So it is a product after 25, especially software engineers who are relentlessly working night shift, day, all these things, but they're using their brain strength, but body is losing their, stress. You can just check 100% അവരുടെ ബോഡിയിൽ അവർ അത്രയും ടയർഡ് ആയിട്ടുള്ള ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറഞ്ഞു കാണും. സോ ഇന്നത്തെ എക്സസൈസ് ഇല്ല, ഒരു സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ട് ഈ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂട്ടാൻ. ഇറ്റ് ഹാസ് ടു കം ഫ്രം എ സപ്ലിമെന്റ് പ്ലസ് യുവർ ലൈഫ് സ്റ്റൈൽ ഹാസ് ടു ചേഞ്ച്. സോ ഈ പ്രോഡക്റ്റ് is very very important when it comes to for as a gift. So as a sister, the best gift what you can, because North India le Rakhi endina kettu choichalu oru vector ide illu ande ഏട്ടൻ എന്നെ രക്ഷിക്കും, correct അല്ലേ? അങ്ങനെ. so we are all, so man, does he know to love? I do not know, but man knows only one thing, he knows how to protect. So that is the default quality on or man or default power or default quality on to protect, and is ready to do anything for his family or his loved ones. So these are the basic qualities of the manliness. So as a sister, if you want to be full of all this, quality, go for the best gift what you can gift, that is Empower. As a wife, the best gift for your husband will be Empower, because he will enjoy this product, because he'll be able to spend more time with you. He'll be able to concentrate on more peaceful sleep, and definitely overall health also. Everybody can take this from all the age category. It is a product for every man, to bring back that manliness. This is a product. Today this product is powerful. I don't think any company has got this beautiful formulation. Ee parana perfect formulation വളരെ കുറവാണ്. Nobody has got this beautiful formulation. But രണ്ട് ടാബ്ലറ്റ് മാത്രം കഴിച്ച് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിട്ട് ഇത് മാറാൻ പാടില്ല. ഇത് വയഗ്രന്റെ ഒരു പ്രോഡക്റ്റ് അല്ല, അങ്ങനെ നിങ്ങൾ അത് ചിന്തിക്കാനും പാടില്ല. ഇറ്റ് is not a product for just for before some activity. It is a product to bring back the zeal, bring back that energy, the stamina, the overall strength, the core strength of a man and his qualities. So minimum take it for 50 days. പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ 10 ദിവസം എടുക്കാം. സോ ഒരു ഡബ്ബ നിങ്ങൾ ചിലപ്പോൾ നെക്സ്റ്റ് ഡോസിന്റെ ഒരു ഡബ്ബ ചിലപ്പോൾ നിങ്ങൾക്ക് 5 മാസം വരെ അത് എത്തും. സോ ഇൻ ദാറ്റ് വേ ഇറ്റ് ഈസ് എ best priced, high quality product which you can take. So plus I will also share the today's any 6 ദിവസം മാത്രമേ ഉള്ളൂ.
കോഡിലെ ക്രൂസ് ക്ലോസിംഗ് ഉണ്ട്. ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻസ് തൽക്കാലം ഡയറക്ട് സെല്ലിംഗിന്റെ ചരിത്രത്തിൽ ആരും തന്നിട്ടില്ല. 1800 RP ചെയ്യുക, ഇല്ലെങ്കിൽ